നീറ്റ് 2025 ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എമംഗ് ദ ഫോളോയിങ് ചൂസ് വൺസ് വിത്ത് ഈക്വൽ നമ്പർ ഓഫ് ആറ്റംസ്. അപ്പം ഈക്വൽ നമ്പർ ഓഫ് ആറ്റംസ് ഉള്ളത് ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടറിയാം എല്ലാം മാസിന്റെ ടേമിലാണ്. അപ്പം മാസിന്റെ ടേമിലുള്ള ഇക്വേഷൻ ആണ് നമ്മൾ എഴുതാൻ. അപ്പം നമ്പർ ഓഫ് ആറ്റം എന്ന് പറയുന്നത് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഇൻറ്റു ആറ്റം ആയതുകൊണ്ട് അറ്റോമിസിറ്റി ഇൻറ്റു എൻ എന്ന് വരും. ഇനി ഓരോ ഓപ്ഷൻ വെച്ച് ചെയ്ത് നോക്കാം. ആദ്യത്തിൻ്റെ ഗിവൺ മാസ് 212 ഗ്രാം ആണ്, ഇവിടെ തന്നിട്ടുണ്ട്. മോളാർ മാസ് 106 ആണ്. ഇൻറ്റു അറ്റോമിസിറ്റി എന്ന് പറയുന്നത് 2, 3 അപ്പം മൊത്തം 6 വരും. 6 ഇൻറ്റു എൻ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ 12 എൻ എന്ന് വരും. ഇനി ഓപ്ഷൻ ബി, ഇതിന്റെ ഗിവൺ മാസ് 248 ആണ്, ഡിവൈഡഡ് ബൈ മോളാർ മാസ് 62 ഇൻറ്റു അറ്റോമിസിറ്റി 2, 1, 3 എൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതും 12 എൻ എന്ന് വരും. ഇവിടെ ഞാൻ എന്താ ന്യൂമറിക്കൽസ് ചെയ്യാത്ത വെച്ചാൽ ടൈം കൺസ്യൂമിങ് ആണ്. ഇതൊക്കെ സുഖമാണ്. 2 × 6 12 എൻ, ഇത് 4 × 3 12 എൻ, അങ്ങനെ ചെയ്താൽ മതി. ഇനി സി ആണ് ചെയ്യാനുള്ളത്. സി എന്ന് പറയുന്നത് 240 ആണ് ഗിവൺ മാസ്, ഡിവൈഡ് ബൈ മോളാർ ഗിവൺ മാസ് 240, മോളാർ മാസ് 40 ഇൻറ്റു അറ്റോമിസിറ്റി 1, 2, 3 ആണ്, ഇൻറ്റു എൻ എന്ന് വരും. അപ്പോൾ 240/40 ചെയ്യുമ്പോൾ 6 വരും. 6 × 3 18 എൻ എന്ന് വരും. ഇനി ഓപ്ഷൻ ഡിയിൽ ഗിവൺ മാസ് 12, മോളാർ മാസ് 2, അറ്റോമിസിറ്റി ഹൈഡ്രജൻ ആയതുകൊണ്ട് 2 ഇൻറ്റു എൻ എന്ന് വരും. അപ്പം ഈ 2 × 2 ക്യാൻസലായി 12 എൻ എന്ന് വരും. അപ്പം നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. എന്നാലും ഈ പാടെ ചെയ്ത് നോക്കാം. ഇ എന്ന് പറയുന്നത് ഗിവൺ മാസ് 220, മോളാർ മാസ് 44 ഇൻറ്റു 1, 2, 3, അതായത് 3 ആണ് അറ്റോമിസിറ്റി, ഇൻറ്റു എൻ എന്ന് വരും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 5 എന്ന് വരും. 5 × 3 15 എൻ എന്ന് വരും. അപ്പം നമുക്ക് എല്ലാം സെയിം ആയിട്ട്, അതായത് ഈക്വൽ നമ്പർ ഓഫ് ആറ്റംസ് വരുന്നത് ഓപ്ഷൻ എ ഉണ്ട്, ഓപ്ഷൻ ബി ഉണ്ട്, അതേപോലെ ഓപ്ഷൻ ഡി ഉണ്ട്. റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്, എ, ബി, ഡി. അപ്പോൾ ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്യുക. താങ്ക് യു.